ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിൽ ജീവൻ തന്നെ പൊലിഞ്ഞു പോകുന്ന ലോകത്തിലാണ് നമ്മളൊക്കെ വസിക്കുന്നത്. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു സൈക്കിളിന് മാത്രമേ പേടിയുള്ളായിരുന്നു. സൈക്കിൾ വരട്ടോ സൈക്കിൾ കുത്തിട്ടോ എന്നുള്ളൊരു പേടിയായിരുന്നു. അപൂർവമാണ് 1970 കാലഘട്ടങ്ങളിലൊക്കെ ബൈക്ക്, പിന്നെ കാറ് പറയും വേണ്ട, ബസ് പറയും വേണ്ട. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് വീട്ടിലൊക്കെ സൈക്കിൾ പോയി, സൈക്കിളിന് പകരം അവിടെ ബൈക്ക് വന്നു, ബൈക്കിന് പകരം കാറ് വന്നു, കാറിന് പകരം ബസ്, ലോറിയൊക്കെ. നമ്മുടെ കോഴിക്കോടൊക്കെ NH-66 വന്നതിന് ശേഷം ആ റോഡിലൂടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് വാഹനങ്ങൾ. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ എവിടെയായിരുന്നു? അതിന് കാരണമുണ്ട്. കാരണം മനുഷ്യൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പറയുന്നു 2 പേർ ഭൂമിയിൽ ആദ്യമായി ജനിച്ചെന്നും പിന്നീട് അത് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനങ്ങളും ഇന്ത്യയിൽ ഏകദേശം 140 മുകളിൽ കോടി ജനങ്ങളും ലോകത്തിൽ ഒരു 750 കോടി ജനങ്ങളിലധികവും ഉണ്ട്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാക്കി കൊടുക്കണം. ഭൂമിക്ക് ഒരിക്കലും വികാസം പ്രാപിച്ചില്ല. നമ്മുടെ ആര്യഭടൻ പറഞ്ഞ പോലെ 25,000 മൈൽ വിസ്തൃതിയുള്ള ഭൂമിക്ക്, അതൊരിക്കലും വികസിക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ്റെ എണ്ണം വികസിച്ചുകൊണ്ടേയിരിക്കുക. അതിനനുസരിച്ച് ഈ ഭൂസമ്പത്തുകൾ, ഭൂവിസ്തൃതി ഒരിക്കലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ലിമിറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം കുറയ്ക്കാൻ വേണ്ടി ഓരോരുത്തർ ശ്രമിക്കുക, ഞാനടക്കമുള്ള ആളുകൾ. ഓക്കെ, കം ടു ദ പോയിൻറ്റ്. ഇന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ ഇഷ്ടം പോലെ 2 വീലർ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ. ഇതെല്ലാം തട്ടി മരണപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അലർട്ടാവുക. ആര്? എല്ലാവരും. നോക്കൂ, ഞാൻ കാറ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈശ്വര അനുഗ്രഹത്താൽ ഇന്നേ വരെ ഒരാളെയും പോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മുട്ടിയിട്ടില്ല. പക്ഷേ എന്നെ ഇങ്ങോട്ട് വന്ന് മുട്ടിയ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ പിറകിൽ വന്നിട്ട് ഒരു കാറ്, അത് ഞാൻ മുന്നിൽ കണ്ടു ഒരു ബൈക്കുകാരൻ ഒരു ഓട്ടോനെ മറികടന്ന് വരുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ചവിട്ടേണ്ടി വന്നു, ഞാൻ ചവിട്ടി. പക്ഷേ എൻ്റെ പിറകിൽ വരുന്നവൻ വന്ന് നേരെ എന്നെ കൊണ്ടുപോയി അങ്ങോട്ട് ചാമ്പി. എന്നിട്ട് അവൻ എൻ്റെ അടുത്തൊരു ഡയലോഗും, താൻ എങ്ങോട്ടോ കിട്ടാൻ വണ്ടി ഓടിക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അടുത്ത് പറഞ്ഞു, സുഹൃത്തെ, എൻ്റെ മുന്നിൽ വരുന്ന ബൈക്കുകാരനെ ഞാൻ രക്ഷപ്പെടുത്തിയതാണ്, ഞാൻ ചവിട്ടി. നിങ്ങളെന്താ കണ്ടത്? ഇത്ര മീറ്റർ ഡിസ്റ്റൻസിൽ വണ്ടി എപ്പോഴും ഡ്രൈവ് ചെയ്യണം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളെ കാല് ആക്സിലേറ്ററിൽ മാത്രമല്ല ബ്രേക്കിലും ഉണ്ടാവണം. ജീവിതം എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യേണ്ടടുത്ത് ബ്രേക്ക് ചെയ്യണം, ആക്സിലേറ്റർ കൊടുക്കേണ്ടടുത്ത് ആക്സിലേറ്റർ കൊടുക്കണം, ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റേണ്ടടുത്ത് ഗിയർ മാറ്റണം. ഒരു വാഹനം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. അങ്ങനെ അദ്ദേഹമായിട്ട് ഒരു കശവിരക്ഷയെല്ലാം ഉണ്ടാക്കിയ പിന്നെ അവസാനം ഞാൻ എൻ്റെ കാറിൻ്റെ എംബ്ലം കണ്ടപ്പോൾ ഗിന്നസ് പൾസർ സാറാണോ സോറി എല്ലാം പറഞ്ഞു, ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു. പിന്നീട് ഒരു ദിവസം ഫറൂഖിൽ വെച്ചിട്ട് എൻ്റെ ബൈക്ക് എൻ്റെ കാറിൽ കൊണ്ടുപോയിട്ട് ഒരുത്ത ബാക്കിൽ നിന്ന് കൊണ്ടുപോയിട്ട് അതൊരു കാറുകാരൻ പെട്ടെന്ന് ഡോർ ഇങ്ങോട്ട് തുറന്നപ്പോഴൊന്നും ഞാൻ ഇയാളെ പോയിട്ട് മുട്ടിയിട്ടില്ല. കാരണം ഞാൻ അലർട്ടാണ്. ഡ്രൈവ് ചെയ്യുമ്പോഴും എൻ്റെ ഈ ജീവിതം, എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ജീവൻ പോയാൽ പിന്നെ ഞാനുണ്ടാവില്ല. ആ ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ വളരെയധികം സേഫായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാവരും കീപ്പ് ചെയ്യുക. കാരണം ജീവനില്ലാഞ്ഞാൽ നമ്മളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. മൂക്കിൽ പഞ്ഞൊക്കെ വെച്ച് തലയിൽ കൈയൊക്കെ കെട്ടി കിടക്കേണ്ടി വരും, തലയിൽ കയറൊക്കെ കെട്ടി കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് യാവജ്ജീവം സുഖം ജീവേത് ഋണം കൃത്യാകൃതം പിപേത് ഭസ്മീ ഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത എന്ന് പറഞ്ഞ ചാർവാകൻ്റെ വാക്കുകളാണ്. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വെടിഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ജീവനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. അപ്പോൾ എല്ലാ ആളുകളും അപകടം സംഭവിക്കാതിരിക്കാൻ ഡ്രൈവ് ചെയ്യുന്ന ആളും റോഡ് മുറിച്ചെടുക്കുന്ന ആളും റോഡിൽ നടക്കുന്ന ആളുകളും അലർട്ടാവുക. ഈ ഒരു ജന്മം പ്ലീസ് നമ്മളെല്ലാവരും ജീവിച്ച് തീർത്തേ പറ്റും. മറ്റുള്ളവരുടെ സങ്കടങ്ങളാവരുത് നമ്മൾ. ഓക്കെ, എല്ലാവരും അലർട്ടാകുക. വണ്ടി ഓടിക്കുന്നവനും റോഡിലൂടെ നടക്കുന്നവരും ഇങ്ങോട്ട് കൊണ്ടുപോയി മുട്ടാതെ അങ്ങോട്ട് കൊണ്ടുപോയി മുട്ടാതെ ഒക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും അലർട്ടാവുക. എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കിന്നസ് വത്സരാചാര്യ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താട്ടോ മകളുടെ ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട് കണ്ട് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ്. നമ്മളെ എപ്പോഴും അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാവും, നമ്മൾക്ക് വേണ്ടി കൈയടിക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾക്ക് വേണ്ടി നമ്മൾ കൈയടിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.